വിറച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിനെ അവൻ കുടിലതയോടെ നോക്കി. അവന്റെ കണ്ണുകൾ അവൾ അടിമുടി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഒരു സാധാ ഷിഫോണിന്റെ സാരിയാണ് വേഷം. മുടി പിന്നിൽ ഉയർത്തി പുട്ടപ്പോലെ കെട്ടിവെച്ചേക്കുന്നു. ഏതോ ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേളാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ കണ്ടാൽ പറയും. എന്റെ ചോദ്യത്തിന് താൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ ശബ്ദമൊന്ന് കനപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്റെ പൂങ്കണിയിൽ കാണാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച്. ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ അല്ലയോ അതാ എനിക്കറിയേണ്ടത്. കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം. അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു. അവൾ പേടിയോടെ മുഖമുയർത്തി അവനെ നോക്കി. ശേഷം ഇല്ല എന്ന രീതിയിൽ തല ഇരുവശത്തേക്ക് ആട്ടിക്കൊണ്ട് പറഞ്ഞു, നോ നോ സർ, എനിക്ക് പറ്റില്ല. തല കുനിച്ചിന്നുകൊണ്ടുള്ള അവളുടെ മറുപടി കേട്ടതും അവന്റെ മുഖത്തെ ദേഷ്യം ഇരച്ചു കയറി. കണ്ണുകൾ ചുവന്നു. കവിളുകൾ പോലും വിറപ്പിച്ചുകൊണ്ട് അവൻ അവൾ അതീവ ദേഷ്യത്തിൽ നോക്കി. യു ബ്ലഡി! വായിൽ വന്ന ചീത്ത അവളെ നോക്കി വിളിച്ചുകൊണ്ട് അവൻ ഇരുന്നിരുന്ന ചെയർ തട്ടിത്തെറിപ്പിച്ചു. ശേഷം വർദ്ധിച്ച ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. ഹൗ ഡെയർ യു! നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ? ഇന്ന് വരെ ഈ ദേവദത്തിനെ എതിർത്ത് സംസാരിക്കാൻ ആണായി പറഞ്ഞ ഒരുത്തിനും ധൈര്യം കാണിച്ചിട്ടില്ല. പിന്നെയാ വെറും ഒരു പെണ്ണായ നീ. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറിയതും അവൾ ഭയത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു. പറയണി, സമ്മതമാണെന്ന് പറയാൻ. അവനോട് ഇരു തോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ പിടുത്തത്തിൽ അവൾക്ക് തന്നെ തോള് പറഞ്ഞു പോകുന്ന പോലെ തോന്നി. വേദനയോടെ അവളുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. ദത്ത! പെട്ടെന്ന് മറ്റൊരു ചെറുപ്പക്കാർ അവിടേക്ക് ഓടി വന്നുകൊണ്ട് വിളിച്ചതും അവരിരുവരും തിരിഞ്ഞു നോക്കി. ദത്തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിഷ്ണു ആയിരുന്നത്. അവന്റെ ഒരേ ഒരു സുഹൃത്തും വിഷ്ണു തന്നെയായിരുന്നു. ദത്ത, ആള് വിട്, നീ എന്താ ഈ കാണിക്കുന്നത്? വിഷ്ണു ഓടി വന്ന് അവനവളിൽ നിന്നും പിടിച്ചു മാറ്റി. എന്നെ വിട് വിഷ്ണു, ഈ പന്ന മോള് പറഞ്ഞു നീയും കേട്ടല്ലേ? അവൾക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ലാത്രേ. അവളെ കൊണ്ട് പറ്റൂലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ അവളെ രൂക്ഷമായി നോയിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണീരോടെ തലകുനിച്ചു നിന്നു. ദത്ത പ്ലീസ്, നീ ഞാൻ പറയുന്നത് കേൾക്ക്, അവളോട് ഞാൻ സംസാരിക്കാം. വിഷ്ണു അവനെ അനുനയിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. വിടാനെ! അവൻ വിഷ്ണുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അലറി. നീ സംസാരിക്കുകയില്ലേ, എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ 2 ദിവസം അതിനുള്ളിൽ ഇവിടെ എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് വേണം നീ ദത്തം തീരുമാനിക്കും. മനക്കിലെ ദേവദത്തൻ ആരാണെന്ന് ഇവൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോയി. അവൻ പോയതും അതുവരെ പിടിച്ചിരുന്ന അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് കൂർന്നിരുന്നു. അവളുടെ അവസ്ഥ കണ്ടതും വിഷ്ണു അവളെ ദയനീയമായി നോക്കി നിന്നു. ഇവനാണ് ദേവദത്തൻ എന്ന ദത്തൻ, മനക്കൽ കോവിലത്തെ ഇളമുറ തമ്പുരാൻ, മനക്കലെ രാജശേഖരവർമ്മയുടെയും ശ്രീദേവി തമ്പുരാട്ടിയുടെയും ഏകമകൻ. ഒറ്റമകനായതുകൊണ്ട് തന്നെ രാജശേഖരനും ശ്രീദേവിയും ഒരുപാട് ലാളിച്ചാണ് അവനെ വളർത്തിയത്. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് അവന്റെ മുമ്പിലെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അവനിൽ വല്ലാത്ത വാശിയും ധാർഷ്ട്യവും നിലനിന്നിരുന്നു. വളരും തോറും അവനിലെ വാശിയും ദേഷ്യവും കൂടിയല്ലാതെ അവന് വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്ത് വില കൊടുത്ത് അവൻ നേടിയെടുത്തിരുന്നു. അങ്ങനെ അവന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് അവന്റെ മുന്നിൽ നിന്നും കരഞ്ഞ ആ പെൺകുട്ടിയും. കുട്ടി! തനിക്ക് വേണ്ടി ദത്തനോട് സംസാരിച്ച ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടതും കുനിഞ്ഞിന്ന് കണ്ണീർ വാർത്തുകൊണ്ടിരുന്ന അവൾ പതിയെ മുഖമുയർത്തി നോക്കി. ഞാൻ വിഷ്ണു, ദത്തന്റെ സുഹൃത്താണ്. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. കുട്ടി പേടിക്കണ്ട, ഇഷ്ടമില്ലാത്ത ഒന്നിനും തന്നെ ആരും നിർബന്ധിക്കില്ല. ഒരു തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവൻ പറഞ്ഞതും അവനെ നോക്കി വിളറിയൊരു പുഞ്ചിരി മറുപടിയായി നൽകി. വേണ്ട സർ, ഞാൻ തനിയെ പോയിക്കോളാം. പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. വീട്ടിലെന്നെ കാത്തിരിക്കാൻ കുറച്ച് പേരുണ്ട്, അവരുടെ പ്രതീക്ഷയാണ് ഞാൻ. തൊഴുകയോട് അവൾ പറഞ്ഞതും അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ വിഷ്ണു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞടന്നു. ഇവളാണ് തനുശ്രീ എന്ന തനു, മനക്കിലെ പഴയ കാര്യസ്ഥനായിരുന്ന ദിവാകരന്റെ കൊച്ചുമകൾ. ദിവാകരന്റെ മൂത്തമകൾ പാർവതിയുടെ മകളാണ് തനുശ്രീ. അവൾക്കൊരു അനിയത്തി കൂടിയുണ്ട്, തൻവി. തനുശ്രീക്ക് 10 വയസ്സുള്ളപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ മകൻ തൊഴാൻ പോയ പാർവതിയും ഭർത്താവ് ചന്ദ്രശേഖരനും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അന്ന് തൻവിക്ക് 3 വയസ്സായിരുന്നു പ്രായം. പിന്നെ അവരെ വളർത്തിയൊക്കെ ദിവാകരനും ഭാര്യ ശാരദയും അവരുടെ ഇളയമകൾ രേവതിയും ചേർന്നായിരുന്നു. രേവതി അവിവാഹിതയാണ്. ചൊവ്വാദോഷത്തിന്റെ പേരിൽ രേവതിയെ മംഗലിഭാഗ്യം അനുഗ്രഹിച്ചില്ല. കാലക്രമേണ ദിവാകരനും ശാരദയും മരണത്തെ പുൽകുമ്പോൾ ആ കുഞ്ഞു വീട്ടിൽ രേവതിയും ആ 2 പെൺകുട്ടികൾ മാത്രം ജീവിച്ചു പോന്നു. സഹകരണ ബാങ്കിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്ന രേവതിയുടെ വരുമാനം കൊണ്ട് മാത്രം കുടുംബം മുന്നോട്ട് പോയില്ലെന്ന് കണ്ടതും താനൊരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അതോടൊപ്പം അവൾ ഡിസ്റ്റൻസ് ആയി ഡിഗ്രിയും ചെയ്യുന്നുണ്ട്. തൻവി 8ലാണ് പഠിക്കുന്നത്. തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും നേരം സന്ധ്യയോട് അടുത്തിരുന്നു. റോഡിലേക്ക് കയറിയതും വിജനമായ ബസ് സ്റ്റോപ്പ് കണ്ട് ബസ്സെല്ലാം പോയി എന്നവൾക്ക് മനസ്സിലായി. കൂടുതൽ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ എതിരെ വന്നൊരു ഓട്ടോയിൽ കയറി അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. ദത്തന്റെ കാർ ഒരു മുരൾച്ചയോടെ മനക്കല ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ വന്ന് നിന്നു.
ഡോർ തുറന്നിറങ്ങിയ അവൻ വർദ്ധിച്ച ദേഷ്യത്തോടകത്തേക്ക് പാഞ്ഞു കയറി. ശേഷം ഫസ്റ്റ് ഫ്ലോറിലെ ആളിനോട് ചേർന്ന് കിട്ടിയ മിനി ബാറിലേക്ക് ചെന്ന് കയ്യിൽ കിട്ടിയ ഒരു കുപ്പി പൊട്ടിച്ച് വായിലേക്ക് അമിഴ്ത്തി. കുപ്പിയുടെ ഏകദേശം മുക്കാലും കുടിച്ചു തീർത്തുകൊണ്ട് അവൻ ആ ഫ്ലോറിലേക്ക് തന്നെ മലർന്നു കിടന്നു. അവന്റെ മനസ്സിൽ ചന്ദനത്തിന്റെ നിറവും മുല്ലപ്പൂവിന്റെ സൗരഭ്യവുമുള്ള ആ കുഞ്ഞു പെണ്ണിന്റെ മുഖം തെളിഞ്ഞു വന്നു. വല്ലാത്തൊരു വാശിയോടെ അവൻ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ഇല്ല തനുശ്രീ, എന്റെ ആവശ്യം നീ അംഗീകരിച്ചാൽ മതിയാവൂ. അതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മനക്കിലെ ദേവതത്തിന് ആരാണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചിരുന്നുണ്ട്. അവൻ കുടിലതയോടെ പറഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. ആഗ്രഹിച്ചതെന്തും അത് ഏതു മാർഗത്തിലൂടെയും കൈപ്പിടിയിൽ ഒതുക്കുന്നവന്റെ മുഖത്ത് കാണുന്ന ക്രൂരമായ പുഞ്ചിരി. വീടിന്റെ പടിക്കൽ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ തനു ആകെ ക്ഷീണിച്ച അവശയായിരുന്നു. ഓട്ടോ കാശ് കൊടുത്തുകൊണ്ട് അവൾ വേഗം അകത്തേക്ക് കയറി. നീ എന്താ തനു ഇത്രയും ലേറ്റായത്? അകത്തേക്ക് കയറിയതും അടുക്കളയിൽ നിന്ന് കൈയും തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന രേവതി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് തനുവിന്റെ മനസ്സിലേക്ക് ദത്തന്റെ ഓർമ്മകൾ കടന്നു വന്നു. അവൻ കാരണമാണ് താൻ ഇന്ന് വീട്ടിലെത്താൻ ലേറ്റായത്. തനു, അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടതും രേവതി അവൾ ഒന്നുകൂടെ തട്ടി വിളിച്ചു. എന്താ ചിറ്റേ? ഞെട്ടിലോട് അവൾ ചോദിച്ചു. അവരവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. നീ ഇത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക പെണ്ണെ? ഞാൻ പറഞ്ഞു, നീ കേട്ടില്ലേ? അവർ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാനെന്തോ ആലോചിച്ച് നിന്നു. അല്ല, ചിറ്റെന്താ എന്നോട് ചോദിച്ച്? ഇത്രയും വരാൻ വൈകുമെങ്കിൽ അതൊന്നും എനിക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്ന് രേവതി അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അത് പിന്നെ ചിറ്റെ ഇറങ്ങാൻ നേരത്താ പുതിയ സ്റ്റോക്ക് വന്ന്, പിന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാതെ ഇറങ്ങാൻ കഴിഞ്ഞില്ല, അതാ ലേറ്റായത്. അവൾ പതർച്ചയോടെ അവരുടെ മുഖത്തോങ്ങാ കള്ളം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. റൂമിൽ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ട ശേഷം വേഷം പോലും മാറാതെ അവൾ കട്ടിലേക്ക് വീണു. അവളുടെ മനസ്സാകെ നീറിപ്പോഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ദത്തൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ആ ഓർമ്മയിൽ പോലും അവളൊന്ന് വിറച്ചുപോയി. അവളുടെ മനസ്സിലേക്ക് അവൻ ആദ്യമായി കണ്ട ആ ദിവസം കടന്നു വന്നു. തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ദിവസം. അവളുടെ ഓർമ്മകൾ കുറച്ചുനാൾ പിന്നിലേക്ക് പോയി. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും മരണശേഷമാണ് വീട്ടിലെ കാര്യങ്ങൾ വളരെയധികം കഷ്ടത്തിലായത്. ചിറ്റയുടെ സഹകരണ സംഘത്തിലെ ചെറിയൊരു ജോലി കൊണ്ട് വീട്ടു ചെലവും ഞങ്ങളുടെ രണ്ടുപേരുടെയും പഠനവും ഒരുപോലെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് താനൊരു ടെക്സ്റ്റൈൽസിലേക്ക് ജോലി കയറിയത്. സിതാര ടെക്സ്റ്റൈൽസ് ടൗണിൽ തന്നെയുള്ള അത്യാവശ്യം വലിയൊരു ടെക്സ്റ്റൈൽസ് തന്നെയായിരുന്നു. അവിടുത്തെ MD സിദ്ധാർത്ഥ് രാഘവൻ വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നും കിട്ടുന്ന 15,000 രൂപ കൊണ്ട് തന്റെയും കുഞ്ഞിയുടെയും പഠന ചെലവുകളെല്ലാം നടന്നു പോകുമായിരുന്നു. ബാക്കി വീട്ടു ചെലവുകളെല്ലാം ചിറ്റയുടെ ശമ്പളത്തിൽ നിന്നും കിട്ടുമായിരുന്നു. അങ്ങനെ മറ്റു ബാധ്യതകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മനക്കിലെ ദേവദത്തൻ. അവളുടെ ഓർമ്മകൾ അയാൾ ആദ്യമായി കണ്ട ആ ദിവസത്തിലേക്ക് കടന്നു. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് മാനേജർ ശരൺ വന്ന് പറഞ്ഞ പ്രകാരം ഗോഡൌണിലേക്ക് ഇറങ്ങിയതായിരുന്നു തനുവും മറ്റു 2 സ്റ്റാഫുകളും. പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വേണമെന്ന് അയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അല്പം ധൃതിയിലായിരുന്നു സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങിയത്. മറ്റു 2 സ്റ്റാഫുകളോടൊപ്പം താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങിയ തനു പെട്ടെന്ന് കാലുന്നിടറി സ്റ്റെപ്പിൽ നിന്ന് നിലത്തേക്ക് വീഴാനായി ആഞ്ഞു. അവളൊരു നിലവിളിയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു. ആ നിമിഷം 2 കരുത്തുറ്റ കരങ്ങൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് താങ്ങി. ആ നിമിഷം നിലത്ത് വീണെന്ന് കരുതി അവൾ തന്നെ ആരോ താങ്ങി പിടിച്ചിട്ടുണ്ടെന്നറിഞ്ഞതും പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ആദ്യം തന്നെ കണ്ണിലുടക്കിയത് നിറയെ പീലികളുള്ള ആ കുഞ്ഞി കണ്ണുകളായിരുന്നു. അവൾ ഒരു നിമിഷം ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. പെട്ടെന്നാണ് താൻ ആരുടെ കൈകൾക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന ബോധം അവൾക്കുണ്ടായത്. അവൾ ഞെട്ടലോടെ അതിനേക്കാൾ ഉപരി ഭയത്തോടെ അവനിൽ നിന്നും കുതറി മാറി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? അവൾ അകന്നു മാറിയതും അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് സോറി സർ, ഞാൻ കണ്ടില്ല. അവൾ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവളുടെ ഒരു കോറി, മാറിക്കിടി അങ്ങോട്ട്. അവൾ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അവൻ അവളെ മറികടന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ആ നിമിഷം അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. എന്തൊരു സാധനല്ലേ? അവൻ പോകുന്ന വഴി നോക്കിയിരുന്നപ്പോഴാണ് പിന്നിൽ നിന്നൊരു സ്റ്റാഫ് ദേഷ്യത്തോടെ പറയുന്നവൾ കേട്ടത്. അവൾ തിരിഞ്ഞ് അവരെ നോക്കി. നീ വിഷമിക്കാത്തനും മനക്കിലെ ദൈവത്തിന് ആളൊരു വെട്ടുപോത്താ, ഭാഗ്യത്തിന് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. ആ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. തനു അത് അനുകൂലിച്ചുകൊണ്ട് അവർ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവർ 3 പേരും കൂടി ഗോഡൌണിലേക്ക് നടന്നു. അന്ന് ആ പ്രശ്നം അവിടെ കൊണ്ട് കഴിഞ്ഞു എന്നാണ് കരുതിയത്. എന്നാൽ അത് വെറും തുടക്കം മാത്രമാണെന്ന് അറിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. തനുശ്രീ, റാക്കിൽ നിന്ന് തുണികൾ അടുക്കി വെക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് മാനേജറുടെ ശബ്ദം കേൾക്കുന്നത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ സർ? മുന്നിൽ നിൽക്കുന്ന മാനേജർ ശരണിനെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്നെ സിദ്ധാർത്ഥ് സാർ വിളിക്കുന്നുണ്ട്, സാറിന്റെ ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. എന്തിനാ സർ? ചെറിയ ഭയത്തോടെ അവൾ അയാളോട് ചോദിച്ചു. അറിയില്ല, താമേ വാ. അയാൾ പറഞ്ഞുകൊണ്ട് MDയുടെ ക്യാബിലേക്ക് നടന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അല്പം പേടിയോടെ തന്നെ അവൾ അയാളുടെ പിന്നാലെ നടന്നു. ക്യാബിന്റെ മുന്നിൽ ചെന്ന് ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് ശരൺ അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ ടെൻഷനും ഭയവും കൂടിക്കളയുന്ന ഭാവത്തിൽ തനു അകത്തേക്ക് കയറി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും സിദ്ധാർത്ഥ മുഖമുയർത്തി മുന്നിലേക്ക് നോക്കി.
ഭയത്തോടെ തലകുനിച്ചുകൊണ്ട് നടന്നവരും തനുവിനെ കണ്ടതും സിദ്ധാർത്ഥ് തനിക്കെതിരായിരിക്കുന്ന വ്യക്തിയിലേക്ക് കണ്ണുകൾ പായിച്ചു. അയാൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സോ ഷീസ് മിസ് തനുശ്രീ റൈറ്റ്? യെസ് സർ. സിദ്ധാർത്ഥന്റെ ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ശരണിനോടായി പറഞ്ഞു. അയാൾ അതേ എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ ശരൺ, എനിക്ക് കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ യു മേ ലീവ്. സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി അവനെ നോക്കി. ശേഷം ദയനീയമായി ശരണിനെയും. ഓക്കെ സർ. ശരൺ അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയതും തന്നെ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. സദാ പുഞ്ചിരിയോടെ ഇരിക്കുന്ന അയാളുടെ മുഖം അന്ന് വളരെയധികം ഗൗരവം നിറഞ്ഞായിരുന്നു. അത് അവളിൽ വല്ലാത്തൊരു ഭീതി ഉടലെടുപ്പിച്ചു. തനുശ്രീയുടെ ഒരു സിദ്ധാർത്ഥ അടുത്തേക്ക് വിളിച്ചു. അവൾ പതിയെ അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അപ്പോഴാണ് അവന്റെ എതിർവശത്തായിരിക്കുന്ന ആളിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടത്. മനക്കിലെ ദേവദത്തൻ. ഇയാളെന്താ ഇവിടെ? അതും ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും സിദ്ധാർത്ഥിനെ നോക്കി. തനുശ്രീ, ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഉവ്, മനക്കിലെ ദേവദത്തൻ സാറ്. അത് കേട്ടും ദത്തന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി. തനുശ്രീ, ദത്തിന് തന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്, സംതിങ് പേഴ്സണൽ. അതിനുവേണ്ടിയാ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ടൊരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം മനക്കിലെ ദേവദത്തിനെ പോലെയുള്ള ഒരാൾക്ക് തന്നോട് എന്ത് പേഴ്സണൽ കാര്യമാണ് പറയാനുള്ളത് എന്ന ചിന്ത തന്നെ. ആൾ മുഖം തിരിച്ച് അവനെ നോക്കി. ആ നിമിഷം തന്നെ ദത്തിന് അവളെ നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും അവൾ വിറയലോടെ പെട്ടെന്ന് ഓട്ടം മാറ്റി. ഓക്കെ സിദ്ധു, സീ യു ലേറ്റർ, കം. അവൻ സിദ്ധാർത്ഥിനോട് യാത്ര വന്ന ശേഷം തനുവിനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവന്റെ പോക്കേണ്ട അവൾ പകപ്പോടെ സിദ്ധുവിനെ നോക്കിയതും അവനൊന്നുമില്ലെന്ന രീതിയിൽ അവൾ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. പേടിക്കണ്ടോ, അവനടുത്ത് വിസിറ്റേഴ്സ് റൂമിലേക്കാണ് പോകുന്നത്, താനങ്ങോട്ട് ചെല്ല്. അവളുടെ മുഖത്തെ പേടി മനസ്സിലായതുപോലെ സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. എന്തായിരിക്കും അയാൾക്ക് തന്നോട് പറയാനുള്ള എന്ന ചിന്ത അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. തനി വിസിറ്റേഴ്സ് ഏരിയയിലെത്തിയതും ദത്തനവിടെ ഒരു ചെയറിലായി കാൽമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അവന്റെ അരികിലേക്ക് ചെന്നു. സർ. താൻ മുന്നിൽ വന്ന് നിന്നിട്ടും ശ്രദ്ധിക്കാതെ മൊബൈൽ തന്നെ കണ്ണുകൾ നട്ടിരുന്ന അവനെ അവൾ പതിയെ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് അവൻ മുഖമുയർത്തി നോക്കിയതും ടെൻഷനോടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ട് അവന്റെ നെറ്റി ഒളിഞ്ഞു. അവൻ തന്നെ കയ്യിൽ നിന്ന ഫോൺ ടേബിളിലേക്ക് വെച്ചു. സിറ്റ്. അവൻ മുന്നിലെ ചെയറിലേക്ക് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചെറിയ പരിഭ്രമത്തോടെ അവിടേക്ക് ഇരുന്നു. മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് കുറച്ചു സമയം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. സാറിന് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ്? അവന്റെ നോട്ടത്തിൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും അവന്റെ ചുണ്ടിൽ കൗശലം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. ഓക്കെ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. അവൻ ടേബിളിന്റെ മേലെ വിരലുകൾ കൊട്ടി താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. തനുശ്രീ എന്ന നീ ഈ മനക്കൽ ദേവതത്തിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് അവനെ പ്രസവിക്കണം. അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു. എന്താ എന്താ സാറ് പറഞ്ഞേ? താൻ കേട്ട് തെറ്റിപ്പോയതാണെന്ന് തോന്നൽ അവൾ അവനോട് വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. സർ, സാർ എന്തൊക്കെയായി പറയുന്നത്? സാറിന്റെ കുഞ്ഞ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കൊരു കുഞ്ഞിനെ വേണം തനുശ്രീ, എന്റെ ചോരയിൽ പിറക്കുന്ന ഒരു കുഞ്ഞ്. ഈ മനക്കൽ ദേവതത്തിന്റെ ചോര അത് നിന്റെ ഈ ഉദരത്തിലൂടെ തന്നെ പിറവെടുക്കുകയും വേണം. അവൻ പറഞ്ഞു. അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി. ശേഷം നിഷേധഭാവത്തിൽ തല ഇരുവശത്തേക്ക് മാറ്റി. ഇല്ല, എനിക്ക് പറ്റില്ല സർ. അവൾ അവനെ നോക്കി പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും അവന്റെ ഉറച്ച ശബ്ദം അവളുടെ കാലുകളെ പിടിച്ചു നിർത്തി. നീ സമ്മതിക്കും തനുശ്രീ, സമ്മതിക്കണം. അധികം വൈകാതെ എന്റെ ചോര നിന്റെ ഉദരത്തിൽ പിറവിയെടുക്കണം. ഇതെന്റെ തീരുമാനം, ഈ മനക്കൽ ദേവതത്തിന്റെ തീരുമാനം. എതിർക്കരുത്. എതിർത്താലുള്ള ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അത് നിനക്കൊരിക്കലും നല്ലതിനാവില്ല. അതുകൊണ്ട് ആലോചിക്കുക, നല്ലതുപോലെ ആലോചിച്ച് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുക. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞുന്ന ക്രൂരത കണ്ടതും അവളൊന്ന് വിറച്ചുപോയി. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അപ്പോ ഉടനെ തന്നെ ഈ ദത്തന്റെ ചോര ഉദരത്തിൽ പറയാൻ തയ്യാറായിരുന്നുള്ളൂ. അവളുടെ കവിളിലൊന്ന് തട്ടി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ ഒരു തളർച്ചയോടെ അടുത്തിടുന്ന ചെയറിലേക്ക് ഇരുന്നു പോയി. തനുമോളെ. ചിറ്റയുടെ നീട്ടിയുള്ള വിളി കേട്ടാണ് തനു ഓർമ്മയിൽ നിന്ന് തിരികെ വന്ന്. ഇതുവരെ താൻ വേഷം പോലും മാറിയിട്ടില്ലെന്ന കാര്യം അവൾ അപ്പോഴാണ് ഓർത്ത്. തനു. പുറത്തുനിന്ന് വീണ്ടും ചിറ്റയുടെ ശബ്ദം കേട്ടതും അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ദാ വരുന്നേ ചിറ്റേ. പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ ശേഷം അവൾ മാറിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നെറുകയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീര് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ചിറ്റയോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിറ്റ ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും? ഇനിയും പറയാതിരിക്കാനും കഴിയില്ല. 2 ദിവസത്തെ സമയമാണ് അയാൾ തന്നിരിക്കുന്നത്. താൻ അനുകൂലമായൊരു മറുപടി നൽകിയില്ലെങ്കിൽ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. വളരെ മോശമായി തന്നെ അയാൾ പെരുമാറും. ചിലപ്പോൾ തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി പറയാനും മടിക്കില്ല. അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്റെ ചിറ്റക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ആ പാവത്തിന്റെ ചങ്ക് തകർന്നു പോകും. അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചതിന് ശേഷം ആ പാവം ജീവിച്ച പോലും ഞങ്ങൾ 2 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ആൺതുണ ഇല്ലാതിരുന്നിട്ട് പോലും ഇതുവരെ ഒരു പേര് ദോഷവും ഞങ്ങൾ 3 പേരും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇനിയും ചിറ്റയോടൊന്നും മറച്ചു വെക്കാൻ പാടില്ലെന്ന് അവൾ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ചിറ്റയോട് കാര്യങ്ങളെല്ലാം പറയണം. പക്ഷെ എങ്ങനെ? ഓരോന്ന് ഓർക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൾ വേഗം ഷവർ ഓഫ് ചെയ്ത് ടവലെടുത്ത് തലതുവർത്തി. ശേഷം ഡ്രസ് ചെയ്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി. ചിറ്റേ, തനുവിന്റെ ശബ്ദം കേട്ടതും കിച്ചണിൽ നിന്നെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതി തിരിഞ്ഞു നോക്കി. ആ തനു, നീ വന്നോ? ദേ കോഫിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ പഴംപൊരി ഇരിപ്പുണ്ട്, മോൾ അതെടുത്ത് കഴിക്കുക. അവരതും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. അവളൊരു ഗ്ലാസ് എടുത്ത് കാപ്പി പകർന്ന് ഒഴിച്ച ശേഷം പാത്രത്തിൽ നിന്നൊരു പഴംപൊരി എടുത്ത് കടിച്ചു. കുഞ്ഞു ഇതുവരെ വന്നില്ല ചിറ്റേ? കാപ്പി കുടിക്കുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നിന്ന് രേവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ആ രാഘവേട്ടന്റെ വീട് വരെ പോയിരിക്കുക. അയാളുടെ മോള് വേണിയും കുഞ്ഞും ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തോ ബുക്ക് വാങ്ങിക്കാനുണ്ടെന്നോ എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പോയതാ പെണ്ണ്. ഇതുവരെ വന്നിട്ടില്ല. നേരാണെങ്കിൽ ഇരുട്ടി തുടങ്ങി. അവർ ആദ്യോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതിനൊന്ന് മൂളുമ്പോഴും അവളുടെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു.